ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ തന്നെ മറുപടി പറഞ്ഞു. നട്ടാൽ കുരുക്കാത്ത നുണ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നിട്ട് ഇതുപോലെ പറയുന്നത് കേരളത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ. കഴിഞ്ഞ ദിവസം പറഞ്ഞു എം പിമാരും ഉണ്ടായിരുന്നില്ല, എം ആരിഫും മാത്രമാണ് വോട്ട് ചെയ്തതെന്ന് പറഞ്ഞു. എം പിമാർ വോട്ട് ചെയ്തതിൻ്റെ പാർലമെൻറ്റിലെ ലിസ്റ്റാണ് ഞങ്ങൾ പുറത്തുവിട്ടത്. കേരളത്തിൽ നിന്നുള്ള UDF എം പിമാർ CAA-ക്കെതിരായി, പൗരത്വ നിയമത്തിനെതിരായി പാർലമെൻറ്റിൽ ഹാജരായി വോട്ട് ചെയ്തു. ആരും സംസാരിച്ചില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു, മൂലക്കിരുന്നത്. ഞങ്ങൾ ആ ബില്ലിന് തന്നെ നിയമപരമായ തടസ്സവാദം ഉന്നയിച്ച ശശി തരൂരിൻ്റെ പ്രസംഗം, പിന്നെ ഈ ചർച്ച ലീഡ് ചെയ്തുകൊണ്ട് ശശി തരൂർ MP-യുടെ നേതൃത്വത്തിൽ CT മുഹമ്മദ് ബഷീർ അടക്കം, കപിൽ സിബൽ അടക്കം അന്ന് കാലത്ത് നടത്തിയ പ്രസംഗങ്ങൾ ഞങ്ങൾ മുഖ്യമന്ത്രിക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസും വായിച്ചു പഠിക്കട്ടെ. എങ്ങനെയാണ് ഇങ്ങനെ കള്ളം പറയാൻ പറ്റുന്നത്? എന്നിട്ട് രാഹുൽ ഗാന്ധി പാർലമെൻറ്റിൽ വന്നില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇപ്പോൾ ഇന്ന് ചോദിച്ചിരിക്കുന്ന, കോൺഗ്രസിനോട് ചോദിച്ചിരിക്കുന്ന ചോദ്യത്തിലുണ്ട്, രാഹുൽ ഗാന്ധി പൗരത്വ നിയമത്തിൽ പാർലമെൻറ്റിൽ ഹാജരായി വോട്ട് ചെയ്തതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ ഹാജരാക്കാം. എനിക്ക് തോന്നുന്നു ഡീൻ കുര്യാക്കോസ് നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചു. നമ്മുടെ MP-മാർ മുഴുവൻ, രാഹുൽ ഗാന്ധി അടക്കമുള്ള ആളുകൾ പൗരത്വ നിയമത്തിനെതിരായിട്ടുള്ള ബില്ലിനെതിരായിട്ട് പാർലമെൻറ്റിൽ ഹാജരായി വോട്ട് ചെയ്താണ്. എന്നിട്ട് പാർലമെൻറ്റിൽ രാഹുൽ ഗാന്ധി വന്നില്ല എന്ന് ഈ മുഖ്യമന്ത്രിക്ക് അല്ലാതെ വേറെ ആർക്ക് പറയാൻ കഴിയും? വാ തുറന്നാൽ നുണ മാത്രം പറയുന്ന ഒരാളായി മുഖ്യമന്ത്രി അധപ്പതിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ തല്ലിപ്പൊളിക്കാൻ ആളെ വിട്ടവരാണിവർ. BJP-യുമായി ചങ്ങാത്തം ചേർന്നിരിക്കുന്നവരാണിവർ. ഇപ്പോൾ വലിയ BJP വിരോധം പറയുന്നു. 1977 RSSൻ്റെ വോട്ട് കൊണ്ട് ജയിച്ച് MLA ആളാണ് പിണറായി വിജയൻ. ഇപ്പോൾ SNC ലാവ്ലിൻ കേസ് തീർക്കാൻ, സ്വർണ്ണക്കള്ളക്കടത്ത് തീർക്കാൻ, ലൈഫ് മിഷൻ കോഴക്കേസ് തീർക്കാൻ, മാസപ്പടി വിവാദം തീർക്കാൻ BJP-യുമായി സന്ധി ചെയ്തിരിക്കുക. CPM നേതാക്കളിപ്പോൾ BJP-യുമായി ബിസിനസ് പാർട്ട്ണർഷിപ്പ് തുടങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ടല്ലേ LDF കൺവീനർ വന്ന് പറയുന്നത് BJP-യുടെ സ്ഥാനാർത്ഥികൾ നല്ല സ്ഥാനാർത്ഥികളാണ്. ഒരുപാട് പേര് 2ാം സ്ഥാനത്ത് വരും. BJP-ക്ക് കേരളത്തിൽ ഇല്ലാത്ത സ്പേസ് CPM നേതാക്കൾ ഉണ്ടാക്കി കൊടുക്കുന്നത് പിണറായി വിജയൻ്റെ നിർദ്ദേശപ്രകാരമാണ്. രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥിയും കേരളത്തിലെ LDF കൺവീനറും തമ്മിൽ ബിസിനസ് പാർട്ട്ണർഷിപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടൊരു മറുപടി പറഞ്ഞോ? ഈ കോട്ടയത്ത് കുമരകത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ കമ്പനി ഒരു റിസോർട്ട് തുടങ്ങാൻ പോയപ്പോൾ കുമരകത്തെ CPM പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ നേതൃത്വത്തിൽ വലിയ സമരം നടന്നു. അകത്ത് കയറി DYFIക്കാർ തല്ലിപ്പൊളിച്ചു. എവിടെ പോയി ആ കേസൊക്കെ? എവിടെ പോയി? സെറ്റിൽമെൻറ്റ് ധാരണയായി. അതാണ് ഞാൻ പറഞ്ഞത്, BJP നേതാക്കളും CPM നേതാക്കന്മാരും തമ്മിൽ അന്തർധാര എന്നുള്ള വാക്ക് ഇനി പറയണ്ട. അവർ ഒരുമിച്ചാണ്, ഒക്കെ ചങ്ങാതിമാരാണ്. ഇപ്പം ബിസിനസ് പാർട്ട്ണർഷിപ്പ് വരെ 2 കൂട്ടരും കൂടി തുടങ്ങിയിരിക്കുകയാണ്. എന്നിട്ട് ജയരാജനെ വിട്ട് പറയിപ്പിക്കുകയാണ് BJP വലിയ സംഭവമാണ് കേരളത്തിലെന്ന്. നാണമുണ്ടോ CPM-ന്? ഞാൻ പറഞ്ഞല്ലോ മറുപടി. ജയരാജൻ പറഞ്ഞു ഒരുപാട് സീറ്റുകളിൽ BJP 2ാം സ്ഥാനത്ത് വരുമെന്ന്. എൻ്റെ അർത്ഥം എന്താ? ഒരുപാട് അത്രയും സീറ്റുകളിൽ LDF 3ാം സ്ഥാനത്ത് വരുമെന്നല്ല എൻ്റെ അർത്ഥം. LDF കൺവീനർ എന്ന് പറയുകയാണ് ഒരുപാട് സീറ്റിൽ LDF 3ാം സ്ഥാനത്ത് വരും. മുഖ്യമന്ത്രി ഈ ആരോപണം രാഹുൽ ഗാന്ധിക്കെതിരായും കോൺഗ്രസ് MP-മാർക്കെതിരായും ഉന്നയിച്ച ആരോപണം പിൻവലിച്ച് കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം. കാരണം മുഴുവൻ പച്ചക്കള്ളമാണ്. ഞാൻ പറഞ്ഞല്ലോ, നട്ടാൽ കുരുക്കാത്ത നുണയാണ് പറഞ്ഞത്. ഞങ്ങൾ തെളിവുകൾ വെച്ചാണ് പറയുന്നത്.